Hello, guys. Welcome back to the newspaper analysis session brought to you by Island Eyes Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒക്ടോബർ 16 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ ആസ് യൂഷ്വൽ ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ആസ് വെൽ ഹിന്ദു തന്നെ എടുക്കുന്നത്. പക്ഷേ ഇന്ന് രണ്ട് പേപ്പറിലും ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് പക്ഷേ ഒരു സെലക്ടഡ് കുറച്ച് ടോപ്പിക്സ് ആണ്, ആസ് യു നോ, ബിക്കോസ് ഓഫ് ദി ടൈം കൺസ്ട്രെയിൻസ്. സോ രണ്ട് ലീഡിംഗ് ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഇസ് എൻ എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ ഫ്രം ദി ഇന്ത്യൻ എക്സ്പ്രസ് വിച്ച് ഡിസ്കസസ് അബൌട്ട് ദി റീസെന്റ് ആക്ഷൻ ഓഫ് ചൈന. അവരുടെ റെയർ എർത്ത് എലമെന്റ്സിന്റെ അവരുടെ ഒരു പ്രോസസ് നമ്മൾ കണ്ടിരുന്നു. അവരുടെ ഒരു മോണോപ്പൊളി ആണെന്നുള്ള കാര്യം നമ്മളൊരു ഡേറ്റ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു ട്രേഡ് വെപ്പണൈസേഷൻ എന്നുള്ള രീതിക്ക് അതിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ ഒരു എഡിറ്റോറിയലാണ്, ഒരു വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നക്സലിസം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ ഒരു വലിയൊരു ഇന്റേണൽ സെക്യൂരിറ്റി ചാലഞ്ച് ആണ്. അപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്നൊക്കെ നമ്മുടെ സിലബസ് പോയിന്റിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു വലിയൊരു മേജർ ഡെവലപ്മെന്റ് ആയിട്ട് അതിൻ്റെ ഒരു ടോപ്പ് ലീഡറും പിന്നെ ഒരു ഏകദേശം ഒരു 60ഓളം അവരുടെ കേഡറ്റ്സും ഒക്കെ തന്നെ അവരൊരു സറണ്ടർ ചെയ്തിട്ടുണ്ട് അവർ റാംസിന്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ഒരെണ്ണം നമ്മുടെ USA ഒരു മിസൈൽ സിസ്റ്റം ടൊമഹോക്സ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അവർ എന്താ പറയുക, യുക്രൈൻ അത് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ഒരു ന്യൂസ് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കാണാം. പിന്നെ ആക്ച്വലി ഒരു ചെസ് നമുക്ക് അറിയാം ഒരുപാട് ഇമ്പോർട്ടൻസ് ഗെയിൻ ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ലാസ്റ്റ് ഇയർ പ്രിലിംസിനും ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മേജർ ഡെവലപ്മെന്റ് വന്നിട്ടുള്ളത് കൊണ്ട് അതിന് നമുക്ക് എന്താണെന്നുള്ള രീതിക്ക് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർത്ത് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒരു ഗെയിം വരികയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമൺവെൽത്ത് ഗെയിംസ് അത് 2030 ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്, അത് കാണാം. പിന്നെ നമുക്ക് ഹിന്ദുവിൽ തന്നെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ആയിരുന്നു. NIST എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഒരു റൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ WTAയിൽ ഇന്ത്യക്കെതിരെ ചൈന ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് എന്ത് കോണ്ടക്സ്റ്റിലാണെന്നുള്ള കാര്യം നോക്കാം. സോ ഇതാണ് നമുക്കിന്ന് മേജർലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേറെ കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ ബീക്കൺ ചെയ്യുന്ന സമയത്ത് ഹിന്ദുവിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓൾ ഓഫ് ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ വൺ ഡേ. പ്രോബബ്ലി നാളെയും മറ്റന്നാളും വലുതായിട്ടൊന്നും വരാനില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ആർട്ടിക്കിൾസ് വരുന്ന ദിവസങ്ങളിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഇത് ബേസിക്കലി എന്താണ് പറയുന്നത്, നമ്മുടെ യൂട്യൂബിൽ ചിലപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും ഷെസാം എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ചൈനയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് ചൈനയിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ അതുപോലെ അങ്ങ് ചൈനയിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോഴായിരിക്കും ഇവർ എന്തെങ്കിലും ഒരു ബോംബ് എടുത്തിടുന്നത്. അതോടെ എല്ലാ സാധനങ്ങളും പോകും. അതുപോലെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ചേക്കുന്നത്. നമ്മൾ കണ്ടു, നമ്മൾ ഇന്ത്യ ആൻഡ് ചൈന ദേ ഹാവ് ബീൻ ലൈക്ക് ഒരു ലാസ്റ്റ് ഒരുപാട് വർഷങ്ങൾക്കില്ലാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് അടുത്തിട്ടുണ്ട്. ആൻഡ് റഷ്യ, ചൈന ആസ് വെൽ ആസ് ഇന്ത്യ. അപ്പോൾ ആ രീതിയിൽ പിന്നെ US ആൻഡ് ചൈനയും തമ്മിൽ ഒരുപാട് പിന്നെ ധാരണകളുണ്ടായി. അതായത് നമ്മുടെ ട്രംപിൻ്റെ താരിഫ് വാറൊക്കെ നടക്കുന്ന സമയത്ത് ആദ്യം അദ്ദേഹം അത് തുടങ്ങുന്നതിന് ഒരു 145% ചൈനയുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടാണ്. പക്ഷേ വീണ്ടും അവരുടെ ഒരു സംസാരം, അവരുടെ ഡീൽ വെച്ചിട്ട് അവരത് കുറയ്ക്കുകയൊക്കെ പിന്നെ ചെയ്തു. ഒരു 30% ആയിരുന്നു അവരുടെ ടാക്സ് റേറ്റ്. പക്ഷേ ഈ ചൈന ഉണ്ടല്ലോ, ചൈനയുടെ ഈ റയർ എർത്ത് എലമെന്റ്സ് അത് നമ്മൾ വേറൊരു ഡേറ്റ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റ പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അന്നൊരു ദിവസം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടിരുന്നു ചൈന ഈസ് എ വെരി ഡോമിനൻറ്റ് പ്ലെയർ ഇൻ ദിസ് റയർ എർത്ത് എലമെന്റ്. ആ റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജീസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ റിന്യൂവബിൾ എനർജിയുടെ ജനറേഷൻ മുതൽ നമ്മുടെ മാഗ്നറ്റ്സ്, പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ്സ്, നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതേപോലത്തുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് റയർ എർത്ത് ആവശ്യമാണ്. ഇനി വരുന്ന കാലത്ത് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഡോമിനൻറ്റ് മോണോപ്പൊളൈസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്രയും തന്നെ ഒരു പവറാണ് ചൈന. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരിപ്പോൾ റീസെൻ്റ്ലി അവർ കുറച്ച് കേർബ്സ് ഇഷ്യൂ ചെയ്തിരുന്നു ഈ ചൈന എന്ന് പറയുന്നത്. ബിക്കോസ് ലാസ്റ്റ് തേഴ്സ്ഡേ ചൈന ഹാഡ് ക്ലാംപ്ഡ് ഔട്ട് ദി റയർ എർത്ത് എക്സ്പോർട്സ് പ്രോംപ്റ്റിംഗ് ദി US പ്രസിഡന്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബേസിക്കലി അവർ റയർ എർത്തിനെ ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് കുറച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് വീണ്ടും കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിന് അറിയാവുന്ന ഏക ഒരു വെപ്പൺ നമ്മുടെ ട്രേഡ് താരിഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു 100% താരിഫ് ഒരു റിട്ടാലിയേറ്ററി മെഷറായിട്ട് പുള്ളി ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഓൾറെഡി 30% ഉണ്ട്, ഇപ്പോഴത്തെ 100 കൂടെ ചേർത്ത് ഏകദേശം ഇപ്പോൾ ഒരു 130% താരിഫാണ് ചൈനയുടെ മേളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് നൗ US ആൻഡ് ചൈന അത് അവരുടെ ഇടയിൽ ഒരു ട്രേഡ് വാർ എപ്പോഴും ഉള്ളതാണ്. ഇപ്പോൾ അങ്ങനെ അത് കുറച്ചുകൂടെ രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രോബബ്ലി അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മേ ബി ദേ വിൽ മീറ്റ് ടു സോർട്ട് ഔട്ട് ദിസ് ഇഷ്യൂ എന്നാണ് കാണപ്പെടുന്നത്. പക്ഷേ ദിസ് ഇസ് അണ്ടർലൈനിങ് ദി എന്താ പറയുക സ്ട്രാറ്റജി ഓഫ് ദി ചൈന ടു യൂസ് ദി എന്താ പറയുക ഡോമിനൻസ് ഇൻ ദി റയർ എർത്ത് മിനറൽസ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രേഡിനെ വെപ്പണൈസ് ചെയ്യുക, അതുപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള രീതിക്ക്. നമ്മൾ നേരത്തെ
നേരത്തെ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയും. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അത് വേറൊന്നുമല്ല, അവർ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് അവർ ഫണ്ട് ചെയ്യും. അത് ഫണ്ട് ചെയ്യുന്നത് കൂടെ അവർ ലൈക്ക് ഫണ്ടിങ് മീൻസ് അവർക്ക് ഒരുപാട് കാശുണ്ട്. അപ്പോൾ അവരത് കൊടുത്ത് വേറെ രാജ്യങ്ങൾക്ക് കൊടുത്ത് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അതിന് ഇത്രയും മാസങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾക്കത്തേക്ക് അതിന് ലീസിന് എടുക്കും. ഒന്നില്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ലോൺ തിരിച്ചടയ്ക്കുക, അല്ലെങ്കിൽ അതിന് ലീസ് എഴുതി കൊടുക്കുക എന്നുള്ള സംഭവമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ശ്രീലങ്കയൊക്കെ അതിൻ്റെ ഒരു ഭയങ്കര ഒരു വിക്റ്റിമായിട്ട് മാറിയിട്ടുണ്ട്, ടാർഗറ്റായിട്ട് മാറിയിട്ട്. അങ്ങനെ അവിടുത്തെ ഹമ്പൻടോട്ട പോർട്ടൊക്കെ അവർ എടുക്കുകയും അവിടുത്തെ ഓപ്പറേഷൻ സീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഗ്ലോബലി വലിയൊരു പ്രസൻസ് വരും. അപ്പോൾ ഇതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. ഇപ്പോൾ അതുമുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ലോങ് ഡ്രോൺ ആയിട്ടുള്ളൊരു വിഷനാണ് ഈ റെയർ എർത്ത് മിനറൽസിലുള്ള അവരുടെ ഒരു ഡോമിനൻസ്. അപ്പോൾ അതിനെ കൂടെ അവരിപ്പോൾ വെപ്പണൈസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ റെയർ എർത്ത് മിനറൽസ്? അപ്പോൾ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് അത് ആക്ച്വലി റെയർ ആണോ? അല്ല, അത് വാല്യുബിൾ ആണ്, പക്ഷെ അത്രയ്ക്ക് റെയർ ഒന്നുമല്ല. എർത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ തന്നെ അത് കാണാറുണ്ട്, പക്ഷേ ദർ ആർ സം പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് വിച്ച് മേക്സ് ഇറ്റ് കോൾഡ് റെയർ. കാരണം ഇതിനെക്കാട്ടിലും റെയർ ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഈ റെയർ എർത്ത് എലമെൻറ്റ്സിനെക്കാട്ടിലും റെയർ ആണ്. പക്ഷേ സ്റ്റിൽ ഈ ഒരു റെയർ എർത്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനകത്ത് ഗോൾഡും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. സോ റെയർ എർത്ത് എലമെൻറ്റ്സ് ആർ എ സബ്സെറ്റ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽ ഗ്രൂപ്പിംഗ്. അപ്പോൾ അതിനകത്ത് ദേ ഇൻക്ലൂഡ് 17 മെറ്റാലിക് എലമെൻറ്റ്സ് ലോവർ ഡൗൺ ദി പീരിയോഡിക് ടേബിൾ ഫ്രം ദി ലാന്തനം ടു ലിറ്റീറ്റിയം, പിന്നെ അതിൻ്റെ കൂടെ സ്കാൻഡിയം ആൻഡ് യീട്രിയം എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഒരു 17 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം നേരത്തെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് പ്രിലിംസിന് അത്ര ഇതായിട്ട് ചോദിക്കില്ല എന്നത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും അത് അങ്ങനെ പഠിക്കാറില്ല. ഈ ഒരു സ്കാൻഡിയം ആൻഡ് യീട്രിയം ഉണ്ട്, പിന്നെ ലാന്തനൈറ്റ് സീരീസ് എന്ന് പറയും. ഇത് ലാന്തനം തൊട്ടല്ലേ തുടങ്ങുന്നത്, അപ്പോൾ അതുകൊണ്ട് ലാന്തനൈറ്റ് സീരീസ് എന്ന് പറയും. അപ്പോൾ ലാന്തനൈറ്റ്സ് പ്ലസ് സ്കാൻഡിയം ആൻഡ് യീട്രിയം എന്നാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് മേ ബി റിപ്പീറ്റഡ്. ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ തന്നെ പല റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെയാണ് റെയർ എർത്ത് എലമെൻറ്റ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരുന്ന പ്രിലിംസിനെ നമ്മൾ പഠിച്ചു വെക്കണം. ബിക്കോസ് അത് കുറച്ച് ഭയങ്കര ഫാക്ഷനാണ്, ബട്ട് സ്റ്റിൽ പ്രിലിംസിന് എങ്ങനെ വേണം ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിലും പഠിച്ചു വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൻറ്റിമണി, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നതൊക്കെ ഇതൊന്നും റെയർ എർത്ത് എലമെൻറ്റ്സ് അല്ല എന്ന് പഠിച്ചു വെച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഈ ഒരു റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എപ്പോഴേലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആർട്ടിക്കിൾസിലൂടെയോ അല്ലാതെ ഇപ്പോൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം. അത്രയും മൊത്തം ലിസ്റ്റ് കാണാതെ പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുകയും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിന് ഭയങ്കര ഹൈ ഡെൻസിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ കണ്ടക്ടിവിറ്റി ആണ് ആൻഡ് ഹൈ തെർമൽ കണ്ടക്ടൻസ് ആണ്. സോ അതിനകത്ത് നമുക്ക് ബേസിക്കലി ഹെവി ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിയർ അറ്റോമിക് വെയിറ്റ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ദേ ഫ്രോം ദി ക്രൂഷ്യൽ ഇൻപുട്സ് ഫോർ മെനി ഓഫ് ദി ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് സച്ച് ആസ് ഫ്രം വെപ്പൺസ് പ്ലാറ്റ്ഫോംസ് ടു ഇലക്ട്രോണിക്സ് ഇൻക്ലൂഡിംഗ് ദ ഫ്ലാറ്റ് TV സ്ക്രീൻസ്, സ്മാർട്ട് ഫോൺസ്, നമ്മുടെ വിൻഡ് ടർബൈൻസ്, നമ്മുടെ റിന്യൂവബിൾ എനർജിയിൽ വിൻഡ് ടർബൈൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, പിന്നെ നമ്മുടെ MRI സ്കാനിങ് ടെക്നോളജിയിലും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസസിലും. അപ്പോൾ അങ്ങനെ നമുക്ക് ഭയങ്കര വൈറ്റൽ ആയിട്ടുള്ള ടെക്നോളജീസിലൊക്കെ തന്നെ നമ്മൾ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഇൻ വൺ ഫോം ഓർ ദി അതർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ്. സോ ദെയർ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് മേക്ക് ദി അലോയ് സ്ട്രോങ്ങർ ആൻഡ് മോർ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ദ മാഗ്നറ്റ്സ് ബിക്കം പവർഫുൾ. അതിൻ്റെ ആ റെയർ എർത്ത് എലമെൻറ്റ്സിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ദാറ്റ് മേക്സ് ദി മാഗ്നറ്റ് പവർഫുൾ. ആൻഡ് ആസ് ദി മാഗ്നറ്റ്സ് ഗെറ്റ് പവർഫുൾ, ഈ പറഞ്ഞ ഡിവൈസസ് വിച്ച് യൂസ് ദ magnets in one form or the other, they also work more efficiently. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വർക്കിങ്ങിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും മാഗ്നറ്റ്. അപ്പോൾ അത് എത്രത്തോളം നല്ല പവർഫുൾ ആവുന്നോ അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇറ്റ് ഇസ് ഫൗണ്ടഡ് നമ്മൾ വിസിബിൾ അല്ലെങ്കിൽ പോലും നമ്മുടെ ഉപയോഗിക്കുന്ന എല്ലാ മോഡേൺ കൺസ്യൂമർ ഡിവൈസസിനകത്ത് അതുകൊണ്ട്. സോ ദിസ് ടേം റെയർ എർത്ത് ഹൗവർ ഇറ്റ് ഇസ് എ മിസ്നോമർ, ദി എക്സെപ്ഷൻ ഓഫ് ഹൈലി അൺസ്റ്റേബിൾ പ്രൊമീത്തിയം. ഈ പറഞ്ഞ സാധനം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രൊമീത്തിയം എന്ന് പറയുന്നത് ഒരു റെയർ എർത്ത് എലമെൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഈ പ്രൊമീത്തിയം ഇറ്റ് ഇസ് ആക്ച്വലി റെയർ. അപ്പോൾ റെയർ എർത്ത് എലമെൻറ്റ്സ് തന്നെ ആക്ച്വലി റെയർ ആയിട്ടുള്ളത് പ്രൊമീത്തിയമാണ്. ദീസ് അതർ ദാൻ ദിസ് പ്രൊമീത്തിയം, ദീസ് എലമെൻറ്റ്സ് ആർ ആക്ച്വലി റിലേറ്റീവ്ലി ഫൗണ്ട് ഇൻ ലാർജർ കോൺസെൻട്രേഷൻസ്. അപ്പോൾ ഈ സീറിയം എന്ന് പറയുന്നത് അതൊരു റെയർ എർത്താണ്. കാരണം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട്, കാരണം എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളിൽ നിന്ന് അതുപോലെ തന്നെ പ്രിലിംസിലെ ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഉള്ളതെങ്കിലും മര്യാദയ്ക്ക് പഠിച്ച് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സീറിയം എന്ന് പറയുന്നത് ഏകദേശം 25th അബണ്ടൻ്റ് ആണ്. അപ്പോൾ all of them are abundant. പക്ഷേ the issue that is going with this is that ഒന്ന്, they are moderately abundant. These elements are not found in large concentrations. അതായത് ഒരു സ്ഥലത്ത് ലാർജ് കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി വയബിൾ അല്ല അതിൻ്റെ ഒരു എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് മേക്സ് ഇറ്റ് കോസ്റ്റ്ലി ടു എക്സ്ട്രാക്ട് ആൻഡ് ദസ് ചാലഞ്ചിങ് ടു എക്സ്പ്ലോയിറ്റ് എക്കണോമിക്കലി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
ചൈനയുടെ ഡോമിനൻസ് ആണ്. അതിൻ്റെ കൂടാതെ വേറൊരു പോയിന്റ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചൈനയുടെ ഡോമിനൻസ് ബിക്കോസ് 60% ഓഫ് ദി റെയർ എർത്ത് മൈൻഡ് പ്രൊഡക്ഷൻ ആർ കറന്റ്ലി കം ഫ്രം ഓൺലി വൺ കൺട്രി, ചൈന. ആൻഡ് ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ് സ്റ്റേജിനകത്ത് 90% ഓഫ് ദി ഡോമിനൻസും ചൈനയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഈ റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ 2 സ്റ്റാറ്റ് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഇത് എല്ലാവരും എഴുതാൻ പോകുന്ന ഒരു സ്റ്റാറ്റാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വി ആർ ലൂസിങ് ഔട്ട് സം പോയിന്റ്. അപ്പോൾ ഈ ബീജിങ്ങിനെ ഇതൊരു ട്രേഡ് വെപ്പണായിട്ട് അവർ യൂസ് ചെയ്യുകയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം 1987 അവരുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുക. കാരണം ഈ 1980s ഈ ഒരു ടെക്നോളജിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഈവൻ ദ US ഹാസ് നോട്ട് ഗിവൺ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഈ ഡെങ് സിയോപിങ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ചൈന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചൈനയുടെ റെയർ എർത്ത് എലമെന്റ് റിസർവ്സിനെ അദ്ദേഹം ആ സമയത്ത് ഗൾഫിലെ ഓയിൽ റിസർവ്സുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് റെഡിക്കുലസ് ആയിട്ട് നമുക്ക് തോന്നാമെന്നുണ്ടെങ്കിലും ദാറ്റ് വാസ് എ വെരി വിഷണറി ഐഡിയ ദാറ്റ് ദേ ഇൻവെസ്റ്റഡ് ഇൻ സച്ച് ടെക്നോളജീസ് എന്നുള്ള കാര്യം. അപ്പോൾ ബീജിംഗ് ഹാസ് ബിൽഡ് അപ്പ് നിയർലി ടോട്ടൽ കൺട്രോൾ ഓഫ് ഓൾ ദി മിനറൽസ്. ഈ പറഞ്ഞ റെയർ എർത്ത് മിനറൽസ് അവരുടെ ഇൻഡസ്ട്രിയൽ പോളിസി തന്നെ അതിൻ്റെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ചൈനാസ് റിപ്പീറ്റഡ് കർബ്സ് ഓൺ റെയർ എർത്ത് മിനറൽസ് എസ്പെഷ്യലി ഈ പറഞ്ഞ ടെർബിയം ആൻഡ് ഡിസ്പ്രോസിയം ആർ മോർ സ്കാർസ് ദാൻ ദിയർ ലേറ്റർ കണ്ടർപാർട്സ്. അപ്പോൾ അങ്ങനെ രീതിയിൽ വരുമ്പോഴത്തേക്കും ദിസ് ഈസ് ആക്ച്വലി പോളിസി ടു വെപ്പണൈസ് ട്രേഡ്. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദി പോളിസീസ് ഓഫ് ദി ചൈന ടു വെപ്പണൈസ് ട്രേഡ് എന്നുള്ള കാര്യം. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ലാർജ് സ്കാർസ് ഉള്ള സാധനമല്ല. ചൈനയിൽ ആണ് ആക്ച്വലി ഇത് കൂടുതൽ കാണപ്പെട്ടു വരുന്നത്. പക്ഷേ ബ്രസീലിലും ഒരുപാട് റിസർവ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ടേബിൾ ഫോർമാറ്റിലുണ്ട്. ആ ടേബിൾ ഫോർമാറ്റ് പഠിച്ചാൽ മതി. സോ ഡസ് ഓസ്ട്രേലിയ. ഈവൻ ഇന്ത്യയിൽ പോലും നമുക്ക് റെയർ എർത്ത് എലമെന്റ്സ് ഒരുപാടുണ്ട്. പക്ഷേ ദ തിങ് ഇസ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കൂടെ തന്നെ എക്കണോമിക് വയബിലിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഭയങ്കര എക്സ്ട്രീംലി ഡർട്ടി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ദ ഹോൾ പ്രോസസ് ഓഫ് മൈനിങ് ആൻഡ് പ്രൊഡക്ഷൻ, ആ ഒരു പ്രോസസിംഗ് സ്റ്റേജ്, റിഫൈൻമെന്റ് സ്റ്റേജിലൊക്കെ ഭയങ്കര ഒരു ഡേർട്ടി ആയിട്ടുള്ള പ്രോസസ്സാണ് വിച്ച് വിൽ റിലീസ് എ ലോട്ട് ഓഫ് പൊല്യൂഷൻ ടു ദി എൻവയൺമെന്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ റൈറ്റ് നോ പൊല്യൂഷനെ കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും പൊല്യൂഷൻ കുറച്ച് നമ്മളിപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സ് തന്നെ കുറച്ച് എന്താ പറയുക റിന്യൂവബിൾസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരിൽ നമ്മൾ പോയി മൈനിങ് ഒക്കെ വെച്ച് പൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ ഉണ്ടാവും. ദാറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദി കമ്മിറ്റ്മെന്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ കൺട്രീസ് ടുവേർഡ്സ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ വരുന്നത് കൊണ്ട് ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത് എക്കണോമിക്കലി വയബിൾ അല്ലാത്തത് എന്തുണ്ടാകുന്നത്, അതിനകത്ത് അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്, ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്, ഫോർ വിച്ച് ബീജിംഗ് ഹാസ് പ്ലേഡ് എ ലോങ് ഗെയിം. അതായത് 1980s മുതൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് അങ്ങനെയാണ് അവർ ഡോമിനൻസ് അതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ അതിനകത്ത് കൂടുതൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യമാണ്. അതായത് ഫോർ എന്താ പറയുക, ഇപ്പോഴത്തെ കൺട്രീസ് ഇൻ ദിസ് പ്രസന്റ് കോണ്ടെക്സ്റ്റ് ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് ഹ്യൂജ് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി ചൈന കുറച്ച് എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് വായിച്ചാൽ മതിയാവും, വേറെ കൂടുതലൊന്നുമില്ല. പേരാണ്, ഇതിനകത്ത് നമ്മൾ അതിൽ കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. അതിനൊക്കെ എക്സ്പോർട്ട് ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇത് 5 എണ്ണമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇതിന് മുന്നേ ഏപ്രിലിൽ 12 എണ്ണം ആഡ് ചെയ്തു. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരു ടോട്ടൽ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ടോട്ടൽ പ്രോബ്ലം ഇൻ ദി റെയർ എർത്ത് എലമെന്റ് എക്സ്പോർട്സ് എന്നുള്ള കാര്യം. അപ്പോൾ ഇമ്പാക്ട് ഓൺ ഇന്ത്യ ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ലിമിറ്റഡ് ബിക്കോസ് നമ്മുടെ ഒരു റിലേറ്റീവ്ലി ലോ കൺസംഷൻ ആണ്. അത് അത്ര നല്ല കാര്യമല്ല. ബിക്കോസ് റിന്യൂവബിൾ എനർജീസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സ് ആവശ്യമാണ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ആർട്ടിക്കിൾ നേരത്തെ ഈ കാണിച്ച ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 75% വി ആർ ഡിപ്പെൻഡന്റ് ഓൺ ചൈന. അപ്പോൾ ഡിപ്പെൻഡൻസ് ഉണ്ട്, പക്ഷേ ബേസിക്കലി നമുക്ക് അത്രത്തോളം എന്താ പറയുക ഇമ്പോർട്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ 65% ഓഫ് ദിസ് എമൗണ്ട് കെയിം ഫ്രം ചൈന ആൻഡ് ഹോങ്കോങ്. ഇതും കൂടെ ചേർത്തിട്ടാണ് ഹിന്ദു ആർട്ടിക്കിൾ 75 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചൈനയുടെ പാർട്ടായിട്ടൊക്കെ നമുക്ക് കൂട്ടാം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് വലിയൊരു അടി വരാൻ വേണ്ടി പോകുന്നത് EV മേക്കേഴ്സിനും ഇലക്ട്രോണിക് സെക്ടേഴ്സിനും വേണ്ടി ആയിരിക്കും. അപ്പോൾ റൈറ്റ് നൗ വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ള കാര്യം ജസ്റ്റ് ഇതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഇന്ത്യയിലും റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കപ്പാസിറ്റി 10,000 tons per annum. ആ സമയത്ത് ചൈനയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 lakh tons per annum ആണ്. എത്ര സ്റ്റാർക്കാണ് ഡിഫറൻസ് എന്നുള്ള കാര്യം നോക്കാം. പിന്നെ നമ്മളും ആൻഡമാൻ സീയിൽ കുറച്ച് എക്സ്പ്ലോറേഷൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പോളി മെറ്റാലിക് നൊഡ്യൂൾസ് നമ്മൾ പറഞ്ഞിരുന്നു, പോളി മെറ്റാലിക് നൊഡ്യൂൾസ് എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇതാണ് ഇതാക്കുന്നത്. ഇപ്പോൾ റെയർ എർത്ത് എലമെന്റ്സ് മാഗ്നറ്റ് പാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വിസാഗിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇതിനകത്താണ് ഈ പറയുന്നത് കണ്ടോ, സിൻസ് 2021 മോർ ദാൻ 75% ഓഫ് ദി ഇന്ത്യാസ് ഡിമാൻഡ് ഹാസ് കം ഫ്രം ചൈന എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിനകത്തും പ്രൊമീത്തിയം എന്ന് പറയുന്നത് എന്താ പറയുക ഈ ഭയങ്കര റെയർ എർത്താണ്, പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ റെയർ ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് ഈ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ നോട്ട്സിൽ എഴുതിയാലും പ്രശ്നമില്ല. ബിക്കോസ് റിസർവ്സിൻ്റെ കാര്യത്തിൽ ആ റാങ്കിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും പ്രൊഡക്ഷൻ്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് റാങ്കിങ് വരുന്നത് എന്നുള്ളതും പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒരു രീതിയിൽ ഫാക്ച്വൽ രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് ക്വിക്കായിട്ട് പോകാം. അടുത്തത് ഒരു എഡിറ്റോറിയലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെവലപ്മെൻ്റ് ആണ് വന്നേക്കുന്നത്.
പറയുന്നത്. ബിക്കോസ് ഒരു ലാസ്റ്റ് ഇയേഴ്സ് ബിഫോർ ദി സെൻട്രൽ ഗവൺമെൻറ്, എസ്പെഷ്യലി ദി ഹോം മിനിസ്റ്റർ ശ്രീ അമിത് ഷാ, he had declared a നക്സൽ മുക്ത് ഭാരത് അഭിയാൻ, അതായത് നക്സലിസം തന്നെ മൊത്തത്തിൽ ഇല്ലാതെയാക്കും ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട്. he had set a deadline of March 31st, 2026 to eliminate നക്സലിസം ഫ്രം ഇന്ത്യ. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഒരു ഇത് വന്നേക്കുന്നത്. സറണ്ടറിങ് ഓഫ് ദ സീനിയർ മോസ്റ്റ് മാവോയിസ്റ്റ് ലീഡർ, ഈ മല്ലോജുല വേണുഗോപാൽ റാവ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വേറൊരു പേരും ആക്ച്വലി വിളിക്കുന്നുണ്ട്, എന്താ പറയുക, ഭൂപതി എന്നാണ് അദ്ദേഹത്തിന് വിളിക്കുന്നത്. നമ്മൾ മറ്റേ വിജയ് സേതുപതിയുടെ നമ്മുടെ ഇതുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല, അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ വാദ്യാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് വേറൊരു പേരുണ്ട്, പക്ഷേ വാദ്യാർ എന്നാണ് അതിനകത്ത് വിളിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ വേറെ പേരുള്ളതാണ്, ഈ അലിയാസ് വേറെ പേര് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ 60 പേരും ഫോർമലി ചീഫ് മിനിസ്റ്ററിൻ്റെ അടുത്ത് ആംസ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫോട്ടോ പറയുന്നത്. ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ്, അവർ ആക്ച്വലി ഗഡ്ചിറോളി റീജിയൻ എന്ന് പറയും, വളരെ നക്സലിസത്തിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഗഡ്ചിറോളി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ അവിടെയാണ് ഇത് നടന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണ്, വേറൊന്നും പ്രത്യേകിച്ചില്ല. ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റിസ്റ്റോറിംഗ് ദ പീസ് ഇൻ ദി സ്റ്റേറ്റ്സ് മാവോയിസ്റ്റ് റീജിയൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്. ബിക്കോസ് 2013-14 ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് ഡിസ്ട്രിക്ട്സ് വേർ ആക്ച്വലി അറൌണ്ട് 120+ ഡിസ്ട്രിക്ട്സ് വേർ അണ്ടർ ദി മാവോയിസ്റ്റ് കൺട്രോൾ. പക്ഷേ അതിനെ നമ്മൾ റെഡ് കോറിഡോർ എന്ന് തന്നെ വിളിക്കും. നമുക്ക് കാണാം കേട്ടോ, അടുത്തൊരു സ്ലൈഡിനകത്ത് കാണാം. പക്ഷേ ദിസ് ഇസ് റൈറ്റ് നൗ ടോൺ ഡൗൺ ടു ഏകദേശം ഒരു 10 to 18 ഡിസ്ട്രിക്ട്സിന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മോസ്റ്റ് എഫക്റ്റഡ് എന്ന് പറയുന്നത് 3 ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. അതിൻ്റെ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, ഡേറ്റ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. സിൻസ് 2021 140 Maoists have actually been arrested, 81 have surrendered and 93 have been killed in the encounters. ഇപ്പോൾ റീസെൻ്റ്ലി ഇദ്ദേഹം ഈ പറഞ്ഞ ആ ഒരു ഭൂപതി എന്ന് പറഞ്ഞ ആ റാവു, ഹി ഹാസ് സറണ്ടേഡ്. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ബിക്കോസ് ഹി ഈസ് ആക്ച്വലി എ CPI മാവോയിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇപ്പോൾ PB മെമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് മാർക്സിസ്റ്റ് ആണ്, ഇത് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ അത് മാവോയിസ്റ്റ് ആണ്. മാവോയിസ്റ്റ് ആക്ച്വലി ടെററിസ്റ്റ് ലൈക്ക് നക്സലിസം, അതിനെ നമ്മൾ ബാൻ ചെയ്യപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിനകത്ത് ഇവർക്കൊക്കെ ഏകദേശം 6.6 crore ഈ ബാക്കി ഒരു 60 പേര് ജോയിൻ ചെയ്യുന്നു പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് എതിരെ ഒരു 5.25 crore ബൗണ്ടി വരെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ സറണ്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഭയങ്കര സിംബോളിസമായിട്ട് നമ്മുടെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഈ ഗിഫ്റ്റഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ സെയിങ് ദാറ്റ് അവർ ഡെവലപ്മെൻറ്റിൻ്റെ പാത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള സമയം. ബേസിക്കലി ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്സലിസം തന്നെ നമ്മൾ സിലബസിൽ തന്നെ പോയിന്റ് പറയുന്നത് ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം എന്നാണ് നമ്മൾ പറയുന്നത് ഇന്റേണൽ സെക്യൂരിറ്റീൻ്റെ ഇതിനകത്ത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ് വരുന്നത് കൊണ്ടാണ് അവിടെ, അതായത് ഈ പറഞ്ഞ ഏരിയയിൽ ട്രൈബൽ ഏരിയയിലൊക്കെ കൂടുതൽ പ്രൊഡോമിനൻ്റ് ട്രൈബൽ ഏരിയതിനകത്ത് ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ് ഉണ്ട്. ആ പറഞ്ഞ ഗവൺമെൻറ്റിലുള്ള ആൾക്കാർക്കൊന്നും നമ്മളെ വേണ്ട, അത് നമ്മളൊരു സെക്കൻഡറി സിറ്റിസൺസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളൊരു ആംസ് വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നടത്തി നമ്മുടെ അവകാശങ്ങൾ നമ്മൾ തന്നെ നേടിയെടുക്കണം. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ പാടില്ല, നമ്മുടെ ഭരണം തന്നെ വേണം, ജനങ്ങൾ തന്നെ ഭരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നതാണ് ഈ നക്സലിസം. കാരണം അത് നമ്മൾ ഇന്റേണൽ സെക്യൂരിറ്റി ക്ലാസ്സിൽ കൂടുതൽ എടുക്കാൻ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ പറയുന്നത് കഴിഞ്ഞാൽ ഒരുപാട് വരും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഡെഫിസിറ്റ് കാരണമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള എക്സ്ട്രീമിസം സ്പ്രെഡ് ആവുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ സിലബസ് പോയിന്റിലുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ കൗണ്ടർ ചെയ്യും? ഡെവലപ്മെൻറ്റ് അവിടെ കൊണ്ടുവരിക, ആൾക്കാരുടെ അടുത്ത് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ പറഞ്ഞ ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇത്രയൊരു വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഈ ആർട്ടിക്കിൾ അതിന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക, വേറൊന്നുമില്ല. ഈ ഒരു റീജിയനാണ്, ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരു ദണ്ഡകാരണ്യ റീജിയൻ എന്ന് പറഞ്ഞൊരു മെനുണ്ട്. അത് നമ്മുടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് വേറൊന്നുമില്ല, ഈ ദണ്ഡകാരണ്യ റീജിയൻ എന്ന് പറയുന്നത് ഇത് പേപ്പറിൽ വന്നതല്ല, മാപ്പായിട്ട് ആഡ് ചെയ്തതാണ്. അത് ഏതൊക്കെ റീജിയനാണ്, ഒരു ഇന്ത്യയിലെ ഏത് റീജിയനാണ് ഈ ദണ്ഡകാരണ്യ റീജിയൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മോസ്റ്റ്ലി ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് പാർട്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് കൂടുതലും എന്താ പറയുക നക്സലിസം എഫക്റ്റഡ് ഏരിയ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ basically our number of districts affected by left-wing extremism അല്ലെങ്കിൽ നക്സലിസം that has come down from എന്താ പറയുക 11 from 18 earlier this year. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് എഫക്റ്റഡ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് 6 ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 3 ഡിസ്ട്രിക്റ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പറയുന്നുണ്ട് ആ 3 ഛത്തീസ്ഗഡിലാണ് ഉള്ളത്. അപ്പോൾ ആ 3 ഡിസ്ട്രിക്റ്റിൻ്റെ പേര് നമ്മൾ ഓർത്ത് വെക്കണം, ബീജാപൂർ, സുക്മ ആൻഡ് നാരായൺപൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2013 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 120+ ഡിസ്ട്രിക്ട് അഫക്റ്റഡ് ബൈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രേ പോലും ഇല്ല, ഭയങ്കര 2 ഡിജിറ്റ് നമ്പേഴ്സിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ നക്സൽ മുക്ത് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് March 31, 2026 വെച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു, അതായത് ഈ ഒരു പീരീഡ് ഓഫ് ആ ഒരു ഡെക്കേഡിനകത്ത് നമ്മുടെ അടുത്ത പല സ്റ്റെപ്സാണ് ഇതിനകത്ത് കാരണം എന്നാണ് പറയപ്പെടുന്നത്. സ്വിഫ്റ്റ് ഡോമിനൻസ് ഓഫ് ദി ഏരിയാസ് വിത്ത് സെക്യൂരിറ്റി വാക്യൂം, അതായത് സെക്യൂരിറ്റി ഭയങ്കര വാക്യൂം ആയിരുന്നു, അതുകൊണ്ടാണ് ഇവർക്ക് വയലൻസ് ഭയങ്കര സ്ട്രോങ് ആയി വന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ഡിപ്ലോയ്മെന്റ് ഓഫ് ദി സെക്യൂരിറ്റി ഫോഴ്സസ്, ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് എന്താ പറയുക ക്യാമ്പ് പോസ്റ്റ്, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവിടെ ഒരു സെക്യൂരിറ്റി പ്രസൻസ്, ആ വാക്യൂം ഒഴിവായി കിട്ടി. ടാർഗറ്റിംഗ് ദ ടോപ്പ്
leaders as well as underground workers, countering the ideology. ഡെവലപ്മെന്റ് ഇല്ല എന്നുള്ള കാര്യമല്ലേ അവർ ഒരു ഐഡിയോളജി നമ്മൾ ബേസിക് ആയിട്ട് കണ്ടത്. അപ്പോൾ ആ ഡെവലപ്മെന്റ് അവിടെ കൊണ്ടുവരിക. ഗ്രോത്ത് കോറിഡോർസ് ഒക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന റെഡ് കോറിഡോർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ നക്സൽ മുക്ത് ഭാരത് അഭിയാൻ്റെ ഒരു ഇത് തന്നെ റെഡ് സോൺസ്, അതായത് ഈ പറഞ്ഞ റെഡ് സോൺസിനെ മൊത്തത്തിൽ ഒരു ഗ്രോത്ത് കോറിഡോറാക്കി മാറ്റുക. റെഡ് സോൺസ് ടു ഗ്രോത്ത് കോറിഡോർ. ഇതായിരുന്നു നമ്മുടെ ആ മിഷൻ്റെ തന്നെ ഒരു ടാഗ് ലൈൻ തന്നെ പറയുന്നത്. അപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. സാച്ചുറേഷൻ ഓഫ് ദി വെൽഫെയർ സ്കീംസ്, അതായത് അവിടുത്തെ വെൽഫെയർ സ്കീംസിൽ അവിടുത്തെ ഏകദേശം ആൾക്കാരെ എല്ലാവരും തന്നെ എൻറോൾ ചെയ്യിപ്പിച്ച് ഡെവലപ്മെൻറ്റ് പാർട്ടാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അവിടെ കൊണ്ടുവന്നത്. ആൻഡ് ആക്സിലറേറ്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസിക്യൂഷൻ ഓഫ് മാവോയിസ്റ്റ് റിലേറ്റഡ് കേസസ് എന്നുള്ള കാര്യം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പ്രോബ്ലം ഇപ്പം നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ ഈ വൺസ് കോൾഡ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഇന്റേണൽ സെക്യൂരിറ്റി ചാലഞ്ച് ആയിട്ട് നക്സലിസത്തിനെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ റൈറ്റ് നൗ 2010 നമ്മളിത് ചെയ്തതിനെ നക്സലിസം ഇസ് നൗ വിസിബിളി റിട്രീറ്റിംഗ്. ഇപ്പോൾ റെഡ് കോറിഡോർ എന്ന് പറയുന്നത് നമ്മുടെ പശുപതി നേപ്പാൾ തൊട്ട് തിരുപ്പതി ആന്ധ്രാപ്രദേശ് വരെ ആ ഒരു റെഡ് കോറിഡോറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ റെഡ് കോറിഡോർ അല്ലെങ്കിൽ റെഡ് സോൺസിനെ ഇപ്പോൾ ഗ്രോത്ത് കോറിഡോർസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് നമ്മളവിടെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മെയിൻസിൽ ഈ ഒരു റിലേറ്റഡ് ആൻസർ വരുന്ന സമയത്ത് നമുക്കത് പറയാം. അത് ആക്ച്വലി അടുത്തൊരു ആർട്ടിക്കിളിനകത്ത് അത് ബ്യൂട്ടിഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ട്, നമുക്കത് കാണാൻ കേട്ടോ. ഇതിലാണ് നമുക്ക് ബേസിക്കലി എഡിറ്റോറിയൽ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ വരുന്നത്. ഇതെന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വേണുഗോപാൽ റാവു ഹി ഹസ് സറണ്ടേർഡ് വിത്ത് അലോങ് വിത്ത് ദ 60 മാവോയിസ്റ്റ് കാഡേഴ്സ് ഗഡ്ചിറോലിയിൽ. ഇറ്റ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് മൊമെന്റ് ഇൻ ദി ഡിക്ലൈൻ ഓഫ് ദി ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം ഇൻ ദ കൺട്രി. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദി മൾട്ടി പ്രോങ് സ്ട്രാറ്റജി ഫോർ വിച്ച് ദി പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് കോൾഡ് ദി ഗ്രേറ്റസ്റ്റ് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ് ടു ഇന്ത്യ. അപ്പോൾ ആ ഒരു നക്സലിസത്തിനെ നമ്മൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് കരുതിയിരുന്ന സാധനത്തിനെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര എഫക്റ്റീവ് സ്ട്രാറ്റജിയിൽ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. സോ ഓവർ ദി ലാസ്റ്റ് ഡെക്കേഡ് ആൻഡ് മോർ LWE ഹാസ് ബീൻ ഡിക്ലൈനിങ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. കാരണം 2026 ഇതിനെ എലിമിനേറ്റ് ചെയ്യുന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ഡേയിൽ ആ ഒരു ഇയറിൽ എക്സാം വരുമ്പോഴത്തേക്കും പ്രോബബ്ലി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഈ ഡേറ്റയൊക്കെ നമുക്ക് കൂട്ടിയാവുന്നതാണ്. 48% ഡ്രോപ്പ് ഇൻ ദി ഇൻസിഡൻസ് ബിറ്റ്വീൻ ഇൻ ദി ലാസ്റ്റ് 1 decade. അതുപോലെ തന്നെ 65% ഡ്രോപ്പ് ഇൻ ദി ഡെത്ത് അസോസിയേറ്റഡ് വിത്ത് ദി ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം എന്നുള്ള കാര്യം. അപ്പോൾ ലാസ്റ്റ് ഇയർ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവിടുത്തെ ഒരു CPI മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിനെ ആക്ച്വലി നമ്മുടെ ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിനെ കൊന്നു. അപ്പോൾ ദിസ് ഹാസ് ഡൺ എ സിവിയർ ബ്ലോ ടു ദി ഓർഗനൈസേഷൻ. സോ ഈ ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ ഹാസ് ക്ലെയിം ദാറ്റ് ദി സ്റ്റേറ്റ് ക്യാൻ റീച്ച് ഇൻ ടു ദി ഹാർട്ട് ഓഫ് ദി റെഡ് കോറിഡോർ. അതാണ് ഈ പറയുന്നത്. ഹാർട്ട് ഓഫ് ദി റെഡ് ബെൽറ്റിൽ കയറി അവരെ പുള്ളിക്കാരനെ അടിച്ചു. അപ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആകുമ്പോൾ ഈ പറഞ്ഞ റാവു പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹം ഈ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റേറ്റിനുണ്ടായ ഗെയിനാണ് പറയുന്നതെന്നും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. PB മെമ്പറാണ്, സീനിയർ ലീഡർഷിപ്പ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നൗ ദേ വോണ്ട് ടു ഡിസ്കാർഡ് ദി വയലൻസ് ടൂൾ കഴിഞ്ഞിട്ട് ആൻഡ് കോൾ ഫോർ സെസേഷൻ ഓഫ് ദി ആം സ്ട്രഗിൾ മാർക്സ് എ മേജർ ഷിഫ്റ്റ് ഇൻ ദി ഐഡിയോളജിക്കൽ ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നല്ലൊരു പോളിസി എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ സറണ്ടർ പോളിസി ആൻഡ് ദ ട്രസ്റ്റ് ഇൻ ദാറ്റ് പ്രോസസ് ദാറ്റ് പ്ലേഡ് എ വെരി ഗുഡ് പാർട്ട് ഇൻ ദിസ് റൂൾ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഒക്ടോബർ മുതൽ ഈ ഒരു ദിവസം വരെ നമ്മൾ ഫ്രം 2024 ടു ഒക്ടോബർ ദിസ് ഇയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1880 മാവോയിസ്റ്റ് ആണ് ആംസ് ഡൗൺ ചെയ്തതിന്, വിച്ച് ഇസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് നമ്പർ. ബിക്കോസ് 2022-23 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 800 പേരാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു കുറച്ച് വിജിൽ വേണം. കാരണം ഈ മാവോയിസ്റ്റ് എല്ലാവരും ഒന്ന് സറണ്ടർ ചെയ്യത്തില്ല. ഇതിൽ തന്നെ ഒരു ഗ്രൂപ്പ് വിൽ ബി ലൈക്ക് നമുക്കില്ല, വയലൻസ് വേണം, നമ്മുടെ ഐഡിയോളജി പോവുകയാണ്, ഇവരൊക്കെ പോയാൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മേ ബി അവരൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അറ്റാക്ക് ചെയ്യാം. അപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസ് ഷുഡ് റിമെയിൻ വിജിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല. ഇതാണ് ഈ റെഡ് കോറിഡോർ ടു റെഡ് പോക്കറ്റ്സ്. അതായത് ഈ പറഞ്ഞ റെഡ് കോറിഡോർ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു സ്ഥലം തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ വിസിബിളി ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു വളരെ ചുരുക്കം പോക്കറ്റ്സിൽ മാത്രമായിട്ടാണ് ഇത് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സമാധാൻ ഡോക്ടർ എന്ന് പറയും. അപ്പോൾ ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസത്തിൻ്റെ ഏതൊരു ക്വസ്റ്റ്യനിലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പോയിന്റാണ് സമാധാൻ ഡോക്ടർ എന്ന് പറയുന്നത്. ഐ വോണ്ട് സേ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പക്ഷേ ഇതില്ലാന്നുണ്ടെങ്കിൽ അത് ഒരു കുറവായിട്ടുള്ള ആൻസർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ലീഡർഷിപ്പ്, അഗ്രസീവ് സ്ട്രാറ്റജി, മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ്, ആക്ഷനബിൾ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണമാണ് നമുക്ക് ആ CPI ജനറൽ സെക്രട്ടറിനെ നമുക്ക് ആ ഒരു ആക്ഷൻ വഴി കില്ല് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ആൻഡ് ഡാഷ്ബോർഡ് ബേസ്ഡ് KPIs, ഹാർനസിംഗ് ടെക്നോളജി, ആക്ഷൻ പ്ലാൻ ഫോർ ഈസ്റ്റ് തിയേറ്റർ, നോ ആക്സസ് ടു ഫിനാൻസിങ്. അതായത് ഈ മാവോയിസ്റ്റിൽ നിന്നും അവരുടെ ആക്സസ് ടു ഫിനാൻസിനെ നമ്മൾ കേർബ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഈ രീതിയിൽ ഒരു സമാധാൻ ഡോക്ടറിൻ വഴിയാണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന 2 ടോപ്പിക്ക്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ട് കണ്ടുപോകാം എന്താണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ USAയുടെ ടൊമഹോക്സ് എന്ന് പറഞ്ഞ മിസൈൽസ് ആണ് റൈറ്റ് നൗ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം
അദ്ദേഹം വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും, കാരണം ഒരു മാസം മുന്നേ നമ്മൾ കണ്ടു പുടിനുമായിട്ട് അദ്ദേഹം കൈകോർത്ത് നിന്നിട്ട് ഇതിനെ എൻഡ് ചെയ്യാൻ വേണ്ടി കുറേ വലിയ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്ന കാര്യം. ഇപ്പോൾ യുക്രൈന് അവരുടെ തന്നെ ഒരു വലിയൊരു ക്രൂസ് മിസൈൽ സിസ്റ്റത്തിന് അവർ കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇദ്ദേഹം തന്നെ രണ്ട് സൈഡും പറയും വാർ നിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ദർ ഇസ് എ കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ ഫോർ ബോത്ത്. പക്ഷെ സ്റ്റിൽ ലൈക്ക് ആർക്കും ഈ വാർ നിർത്തണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എല്ലാവരും പല രീതിയിൽ ഇതിനെ ഫ്യൂൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പുറമേ കാണിക്കാൻ വേണ്ടി പല ഒപ്റ്റിക്സും കാണിക്കും, ഇത് വേറെ കാര്യം. ബട്ട് വി ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ടു ദാറ്റ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊമഹോക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ കാണണം അതൊരു ക്രൂസ് മിസൈൽ ആണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ബാലിസ്റ്റിക് ആൻഡ് ക്രൂസ് മിസൈൽസ് എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതല്ലാതെ കഴിഞ്ഞ ദിവസം സയൻസ് ആൻഡ് ടെക്കിൻ്റെ ക്ലാസ്സിനകത്ത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് അനൂപ് സാറിൻ്റെ ക്ലാസ്സിനകത്ത് ഉണ്ടായിരുന്നു. സോ ഹോപ്പ് യു ഹാവ് വാച്ച്ഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോലെ വി വിൽ ബി റെസ്ട്രിക്റ്റിംഗ് ടു ദി ടൊമഹോക്സ് മിസൈൽ. ഓക്കെ, അപ്പോൾ ടൊമഹോക്സിനകത്ത് അത് ബേസിക്കലി ഒരു അമേരിക്കയുടെ ഗോ ടു മിസൈലാണ്, ക്രൂസ് മിസൈലാണ്. ഇറ്റ് ഹാസ് എ സ്മോൾ ജെറ്റ് എഞ്ചിൻ ടു പ്രൊഡ്യൂസ് ദ ലിഫ്റ്റ്. അതായത് ഒരു എയറോപ്ലെയിനെ പോലെ പറക്കാൻ അതിന് സാധിക്കും. അതാണ് ഈ ക്രൂസ് മിസൈൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. സോ ആൻഡ് ഗൈഡ്സ് ഇറ്റ്സെൽഫ് ടു ദി ടാർഗറ്റ്. അപ്പോൾ 1970s ഇത് ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ആൻഡ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ദി 1991 പേർഷ്യൻ ഗൾഫ് വാർ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2300 ടൊമഹോക്സോളം ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദർ ലോങ് റേഞ്ച്, ആക്യുറസി ആൻഡ് ലോ കോസ്റ്റ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. Long range, accuracy and low cost compared to the piloted warplanes. This has been a go-to weapon for the Pentagon's arsenal. അതായത് USA-യുടെ ഒരു വാർ ആർസനൽ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ടൊമഹോക്സ് can cover ഏകദേശം 1600 kilometers. ഇത് ബലിസ്റ്റിക് മിസൈൽ അല്ല, ഇതൊരു ക്രൂസ് മിസൈൽ ആണെന്നുള്ള കാര്യം ഓർക്കണം. ബലിസ്റ്റിക് മിസൈൽ നമുക്കും ഇപ്പോൾ അഗ്നി പ്രൈമിനൊക്കെ നമ്മളും 1500+ കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ച് ഉള്ളതുണ്ട്. പക്ഷേ ക്രൂസ് മിസൈലിനാണ് 1600 കിലോമീറ്റേഴ്സോളം ക്യാൻ ഫ്ലൈ എന്ന് വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ വെൻ ഇൻ ദ ക്രൂസ് മൂവ്സ് ദേ ക്യാൻ ഫ്ലൈ ലോ ടു ദ ഗ്രൗണ്ട്. നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടിന് ലോ ആയിട്ട് പറക്കാൻ സാധിക്കുന്നു അത്രത്തോളം അൺഡിറ്റക്റ്റബിൾ ബൈ ദി റഡാർസ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. നമ്മൾ ബലിസ്റ്റിക് മിസൈൽ പോകുമ്പോൾ അത് മേളിലേക്ക് പോകില്ല, അപ്പോൾ റഡാർസ് അതിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ബലിസ്റ്റിക് മിസൈൽസിനെ അടിച്ചിടാൻ കുറേ കൂടെ ഈസിയർ when compared to cruise missiles, because cruise missiles ഈ ഗ്രൗണ്ടിന്റെ കൂടെ ഇങ്ങനെ പറക്കുന്ന സമയത്ത് റഡാർ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് വൈൽ ദേ മൂവ് ക്ലോസ് ടു ദി ഗ്രൗണ്ട് വിച്ച് മേക്സ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് അൺഡിറ്റക്റ്റബിൾ. അതിൻ്റെ കൂടെ തന്നെ അത് റിലേറ്റീവ്ലി ഫാസ്റ്റർ ആണ്. ഏകദേശം 70% ഓഫ് ദി സ്പീഡ് ഓഫ് ദി സൗണ്ട് എന്നുള്ള രീതിക്കാണ് അത് വരുന്നത്. സോ ഇതിനകത്ത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. 2.5 million ആണ് ഈച്ച് വെൻ കമ്പയർ ടു ദി അതർ സ്റ്റഫ്. അപ്പോൾ ഇതിനകത്ത് ഒരു സോളിഡ് ഫ്യൂൽ ആയിട്ട് റോക്കറ്റ് മോട്ടറാണ് ഇതിനകത്തുള്ളത്. US നേവിയുടെ ഒരു വേരിയന്റിനകത്ത്. സോ ടു മിസൈൽ അപ്പ് ദി അബൌട്ട് 1500 feet above the surface. അത് കഴിഞ്ഞിട്ട് ഈ റോക്കറ്റ്, അതായത് ഈ സോളിഡ് ഫ്യൂലിൻ്റെ റോക്കറ്റ് പോകും. അതിനുശേഷം അതിൻ്റെ ഒരു ലിഫ്റ്റ് മെക്കാനിസം, എയറോപ്ലെയിൻ പോലെ പോകുന്ന ഒരു മെക്കാനിസം, വിങ്സ് വരികയും അൺഫോൾഡ് ചെയ്യുകയും ദേ ടേക്ക് ദ എയർ ഇൻ. അതാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഈ എയർ ഇൻടേക്ക് ഇതുവഴിയാണ് പോകുന്നത്. നമ്മുടെ ജെറ്റ് എഞ്ചിനാണ്, ടർബോ ജെറ്റ് എഞ്ചിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എൻ എയർ ബ്രീത്തിങ് എഞ്ചിൻ. അതായത് വൺസ് നമ്മളത് ഫയർ അപ്പ് ചെയ്ത് ഒരു ഓൾട്ടിറ്റ്യൂഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മോട്ടർ പോകും. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് എയറിനെ തന്നെ എടുത്ത് അതുവഴിയായിരിക്കും അതിന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റിനെ അത് ഗൈഡ് ചെയ്യും, അതിനെ പുഷ് ചെയ്യും. സോ ഇറ്റ് ഡസൻറ്റ് ക്യാരി ദ ഫ്യൂവൽ എനിമോർ. എയറിൽ നിന്ന് ഓക്സിജൻ എടുത്ത് അതിനകത്തുള്ള ഫ്യൂവൽ മാത്രം ഉപയോഗിച്ചായിരിക്കും ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് ഫ്യൂവൽ ടാങ്ക്. ഇതിനകത്ത് ഓക്സിഡൈസർ അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നതല്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് ക്രൂസ് മിസൈൽസിന് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ടൊമഹോക്സിനെ അതിനെ ലോഞ്ച് ചെയ്യാനാണ് നമ്മൾ ടൈഫോൺ സിസ്റ്റം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം നോക്കാം. ഇത് അവരുടെ ടൈപ്പോയാണ്, ടു US അല്ല, യുക്രൈൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് മാത്രം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ദേ ക്യാരി എ വാർ ഹെഡ്, 400 pounds ഓഫ് TNT ഉണ്ടാവും. അത് ക്ലസ്റ്റർഡ് വെപ്പൺസ് ആണ്. അപ്പോൾ ഇതിനകത്ത് അവർ എന്താ പറയുക, പല വേരിയൻസ് ഉണ്ട്. അതിൽ വൺ വേരിയൻറ്റ് ഇസ് ആക്ച്വലി ടു ടെമ്പററി ഡിസേബിൾ ദി അഡ്വേഴ്സറീസ് ഇലക്ട്രിസിറ്റി ഗ്രിഡ് യൂസിങ് സ്മോൾ കാനിസ്റ്റേഴ്സ് ഓഫ് കാർബൺ ഫൈബർ എലമെന്റ്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് വലിയതായിട്ടൊന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് കൺട്രി ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ദിസ് ഏത് ടൈപ്പ് ഓഫ് മിസൈലാണ്, ക്രൂസ് ആണോ ബലിസ്റ്റിക് ആണോ, ഒരു പേര് തന്നിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഇവർ പറയുന്ന ഒരു സാധനം കൊണ്ടുണ്ട്, ഹിമാർസ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ലോഞ്ച് സിസ്റ്റമാണ്. അതും ബൈ USA ആണ് എന്നുള്ള കാര്യമാണ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ്. ഇതിനകത്ത് ഇവർ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവർ കൊടുത്തു കഴിഞ്ഞാലും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ഇൻപുട്സ് അതിനകത്ത് കൊടുക്കണം. അപ്പോൾ യുക്രൈനിയൻസ് മേ നോട്ട് നോ ഹൗ ടു ഓപ്പറേറ്റ് ദിസ് എഫക്റ്റീവ്ലി. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ ഇത് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്താലും ചിലപ്പോൾ നടന്നെന്ന് വരില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അത്രയും ആവശ്യമില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കീവിൽ ആണ് ഇതിൻ്റെ യുക്രൈൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയുടെ മോസ്കോയൊക്കെ ഇതിൻ്റെ റേഞ്ചിനകത്ത്, അറ്റാക്കിൻ്റെ റേഞ്ചിനകത്ത് വരും. സോ ഇതൊരു മേ ബി ഒരു എസ്കലേഷൻ്റെ പാർട്ടാവാം, എനിക്കറിയില്ല.
വിൽ സി ഹൗ ഇറ്റ് ടേൺസ് അപ്പ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇനി റഷ്യ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അടുത്തൊരു ആർട്ടിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെസ് ഗെറ്റ്സ് എ 4th വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആ ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെസ് ഹസ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പ്രിലിംസ് ഈ 2025 പ്രിലിംസിന് അത് ചോദിച്ചു. മാത്രമല്ല ചെസ്സിൽ ഇന്ത്യ ഹാസ് ബീൻ മേക്കിംഗ് എ ലാർജ് ഗെയിൻസ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കേണ്ടതായിട്ടുണ്ട്. 2027 മുതൽ നമുക്ക് ദർ വിൽ ബി എ 4th വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഇപ്പോൾ ഒരു ആക്ച്വലി നമുക്ക് 3 എണ്ണമാണുള്ളത്. ക്ലാസിക്കൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയും, പിന്നെ നമ്മുടെ റാപ്പിഡ് ഗെയിം എന്ന് പറയും, പിന്നെ ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 ഫോർമാറ്റാണ് ചെസ്സിന് ഇപ്പോൾ റൈറ്റ് നൗ ഉള്ളത്. ഇത് കൂടാതെ ഒരു 4th ഫോർമാറ്റ് ഉണ്ട് വിച്ച് വിൽ ബി ക്രൗണിംഗ് ദ വേൾഡ്സ് ബെസ്റ്റ് പ്ലെയർ അക്രോസ് ദി 3 ഫോർമാറ്റ്സ് എന്നുള്ള കാര്യം. സോ അതൊരു ഫിഡെ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വേൾഡ് ചെസ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ചെസ് കമ്പൈൻഡ് ചാമ്പ്യൻഷിപ്പ്, ടോട്ടൽ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൂറാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. 2027 തൊട്ടായിരിക്കും ഇത് വരുന്നത്. ഇതാണ് ഗവർണിംഗ് ബോഡി, ഗ്ലോബൽ ഗവർണിംഗ് ബോഡി ഓഫ് ദി ചെസ് ആണ് ഫിഡെ എന്ന് നമ്മൾ പറഞ്ഞു വിളിക്കുന്നത്. പ്രസന്റ്ലി ആക്ച്വലി അവർ ഇവിടെ നമ്മുടെ ഗുകേഷ് ഉൾപ്പെടെയുള്ള മാഗ്നസ് കാൾസൺ ഗുകേഷ് ഉള്ളവരൊക്കെ ഒപ്പീനിയൻ ചോദിച്ചു, അവരൊക്കെ ഓക്കെ ഞങ്ങൾ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസിബിലി ഇറ്റ് വിൽ ബി ഹാപ്പനിങ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ഉണ്ടല്ലോ, ഇത് എല്ലാ വർഷവും നടക്കും. ഈ എവറി ഇയർ ദിസ് ഫോർമാറ്റ് ഹാപ്പൻസ്. പക്ഷേ ഈ ക്ലാസിക്കൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലല്ല, 2 ഇയേഴ്സിലൊരിക്കലായിരിക്കും മാത്രമായിരിക്കും നടക്കുന്നത്. അതാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. കാരണം പ്രിലിംസിന് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ട് എല്ലാ വർഷവും നടക്കുന്ന പറഞ്ഞ് ചോദിക്കാം. അങ്ങനെയല്ല, ക്ലാസിക്കൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2 ഇയേഴ്സിലൊരിക്കലായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ നമ്മൾ വേറൊരു സാധനം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇതേപോലെ ഒരു ഫിഡെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ ഓർ നോട്ട്. ഫിഡെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതും നമ്മുടെ ചാമ്പ്യൻഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു. ഫിഡെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്, ഈ ഫിഡെ വേൾഡ് കപ്പ് ആക്ച്വലി ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയിൽ എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഗോവയിൽ. ഒക്ടോബർ നവംബർ ആ ഒരു ടൈമത്തായിരിക്കും, ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആ സമയത്തായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു വേൾഡ് കപ്പാണ്. ഇതും 2 ഇയേഴ്സിലൊരിക്കലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പും ഈ നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പും ഇറ്റ് ഇസ് ആക്ച്വലി ഇന്റർലിങ്ക്ഡ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് കറണ്ട് വേൾഡ് ചാമ്പ്യനെ ഒരു ചാലഞ്ച് ചെയ്യും അയാളുടെ പൊസിഷൻ, ഹി ഓർ ഷി അയാളുടെ ചാലഞ്ചിനെ ചാലഞ്ചർ എന്താ പറയുക ചാലഞ്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ആ ചാലഞ്ചറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഇയർ സൈക്കിളാണ് നടക്കുന്നത്. അപ്പോൾ വേൾഡ് കപ്പിൽ ബേസിക്കലി ഒരു നോക്കൗട്ട് ഗെയിമാണ്. ഒരുപാട് പേര് ഗെയിംസ് ഇങ്ങനെ കളിച്ച് നോക്കൗട്ട് രീതിയിൽ കളിച്ച് അതിന് വിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാൻഡിഡേറ്റ്സിന് സെലക്ട് ആവും. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിന് സെലക്ട് ആവുന്ന ആൾക്കാരിൽ നിന്നുമാണ് നമ്മൾ ഈ ചാലഞ്ചർ ടു ദി വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലിന് വേണ്ടിയിട്ട് ആ ഒരു ചാലഞ്ചറിനെ ഹൂ ഈസ് ഗോയിങ് ടു ചാലഞ്ച് ദി കറണ്ട് വേൾഡ് ചാമ്പ്യനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത്. 2027 ഇത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പല രീതിയിൽ നടക്കും. ഇതിൻ്റെ ഒരു ഗെയിമിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് ലാസ്റ്റ് ഫൈനലിൽ 4 പ്ലേയേഴ്സ് മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർവേ ചെസ് മാത്രമാണ് ഒരു വിമൺ ഇക്വാളിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റിയിൽ ഒരു പ്രൊമോട്ട് ചെയ്തത്. ബിക്കോസ് ദേ ഓഫർ ഈക്വൽ പ്രൈസ് മണി ടു ദ ഫീമെയിൽ പ്ലേയേഴ്സ് ആൻഡ് കണ്ടക്ട് ഇൻ ഇവന്റ് ഫോർ ദി വുമൺ അലോങ് വിത്ത് ദി ഓപ്പൺ ടൂർണമെന്റ് എന്നുള്ള കാര്യം. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അത്ര വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സാധനമൊന്നുമല്ല, പക്ഷേ നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രം. അപ്പോൾ ഇത് ഇപ്പോൾ ഫിഡെ തന്നെ ഈ ഒരു നോർവേ ചെസ് ഇത് നടത്തുന്നത് കൊണ്ട് ഫീമെയിൽ പ്ലേയേഴ്സ് വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്വാളിഫൈ ഫോർ ദി ഓപ്പൺ ബേസിസ് വിത്ത് ദ മെൻ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു 45 മിനിറ്റ്സ് ഗെയിം ആയിരിക്കും ഇതിനകത്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഫോർമാറ്റ് വിൽ ബി യൂസിങ് ദ ഫാസ്റ്റ് ക്ലാസിക് മെത്തേഡ് ഈ ഒരു ടൂർണമെൻറ്റിനകത്ത്. അപ്പോൾ അതിനകത്ത് സെമി ഫൈനലിൽ പ്ലേയേഴ്സ് വിൽ ഫേസ് ഓഫ് ഇൻ ഓൾ ദ 3 ഫോർമാറ്റ്സ്. അങ്ങനെയായിരിക്കും ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. കാരണം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ഇവൻറ്റ് നടക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഇടുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഇന്ത്യ സെറ്റ് ടു ഹോസ്റ്റ് ഈ 2030 കോമൺവെൽത്ത് ഗെയിംസ് എന്നുള്ള കാര്യം. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ന് ഫ്രണ്ട് പേജിൽ വന്നൊരു ആർട്ടിക്കിളാണ്, ആദ്യത്തേതാണ്. അപ്പോൾ ബേസിക്കലി ഇത് നടക്കാൻ വേണ്ടി പോകുന്നത് അഹമ്മദാബാദ്, ഗുജറാത്തിലാണ് ഇതിൻ്റെ ഒരു വെന്യൂ ആയിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു കാര്യമുണ്ട്, ബീറ്റിംഗ് നൈജീരിയാസ് അബുജ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് ബേസിക്കലി ഒരു മാപ്പ് വർക്കിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഈ പറഞ്ഞ നൈജീരിയാസ് അബുജ, അപ്പോൾ അബുജ എന്ന് പറയുന്നത് എവിടെയാണ്, നൈജീരിയ എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇതൊരു നമ്മൾ ആ ഒരു അറ്റ്ലാന്റിക് ഓഷൻ്റെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് ആണ് വരുന്നത്, നൈജീരിയ ആണ്. അപ്പോൾ നൈജീരിയയുടെ സറൗണ്ടിങ് ആയിട്ടുള്ള കോണ്ടിനെൻറ്റ്സ് നമ്മൾ കൺട്രീസിനെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതുമായിട്ട് സറൗണ്ട് ചെയ്ത് അത് ഏത് നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ള കാര്യം, അതായത് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് നൈജീരിയ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ അബുജ എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇവിടെ തന്നെയാണ് ഈ പോർട്ട് ഹാർക്കോട്ട് എന്നുള്ളത്, ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക നോക്കി ഓർത്ത് വെക്കുക എന്നുള്ളത് പാടാണ്. പക്ഷേ റിലേറ്റീവ്ലി അതിൻ്റെ പൊസിഷൻ എവിടെയാണ് നൈജീരിയ എന്നുള്ളത്, അതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. പക്ഷെ അല്ല, അതിനൊരു ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാപ്പ് കണ്ട് ആ ഒരു പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റൈറ്റ് നൗ കമ്മിങ് ബാക്ക് ടു ദ ന്യൂസ്, CWG എന്ന് പറയുന്നത് 2030 അഹമ്മദാബാദിൽ നടക്കാൻ പോകുന്നത്. അത് സെൻറ്റനറി എഡിഷൻ ആണ്, 100th ഇയർ എഡിഷൻ ആണ്. സോ ഗുജറാത്തിൻ്റെ ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള അഹമ്മദാബാദിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇന്ത്യ ആക്ച്വലി ഇതിന് മുന്നേ ഒരിക്കൽ ഈ CWG ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ 2010 അത് ഡൽഹിയിൽ വെച്ചായിരുന്നു. പക്ഷേ റാമ്പൻറ്റ് കറപ്ഷൻ ആയിരുന്നു ആ സമയത്ത് അലിഗേഷൻ ചെയ്തിരുന്നത്. നമ്മൾ എത്തിക്സിന് കുറേ എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് കറപ്ഷനകത്ത് ഈ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഓവർഷാഡോഡ് ബൈ പുവർ പ്ലാനിങ്, ഡിലേസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോട്ട് ഓഫ് ഈ എന്താ പറയുക അലിഗേഷൻസ് ഓഫ് കറപ്ഷൻസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ആ സമയത്ത് 2010 ചെയ്തപ്പോഴത്തേക്കും വന്നിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ കുറേ കൂടെ നമ്മുടെ മോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയല്ല പ്ലാൻ ചെയ്യുന്നത്. അമിത്ഷാ അതൊരു വലിയ കാര്യമായിട്ടാണ് എടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് ഗോയിങ് ടു റേസ് ദി വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നേഷൻ വൈഡ് ടാലന്റ് പൂൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഗെയിംസ് വുഡ് നോട്ട് ഓൺലി ഷോക്കേസ് ഇന്ത്യസ് വേൾഡ് കപ്പ് സ്പോർട്ടിംഗ് ബട്ട് ഓൾസോ മീൻ ടു സോ ദി നേഷൻസ് ജേർണി ടുവേർഡ്സ് വികസിത് ഭാരത്. സാധാരണ രീതിയിൽ പറയുന്ന എല്ലാ ഡയലോഗും ഉള്ളതാണ്. റൈറ്റ് നൗ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലിം സ്പെസിഫിക്കലി ആയിട്ട് നമുക്ക്, കാരണം ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ന്യൂസ് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 2022 എഡിഷനിൽ ഒറിജിനലി ഡർബൻ സൗത്ത് ആഫ്രിക്കയിലാണ് നടക്കാനിരുന്നത്. പക്ഷേ അത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം ബർമിംഗമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ റൈറ്റ് നൗ 2026 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ വിക്ടോറിയ, ഓസ്ട്രേലിയയിൽ വിക്ടോറിയയിൽ ആണ് ആക്ച്വലി ഇത് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ കാരണം തന്നെ ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2026 ഗ്ലാസ്ഗോയിൽ നടക്കും ആണ് പറയുന്നത്. ഗ്ലാസ്ഗോയിനകത്ത് ദർ ഇസ് എ സ്മോൾ കറക്ഷൻ. ഓക്കെ, കാരണം ഇതിനകത്ത് വിക്ടോറിയൻ ഓസ്ട്രേലിയ എന്നാണ് പറയുന്നത്. ഞാനിത് ശ്രദ്ധിച്ചില്ല. ഞാനത് അടുത്ത ക്ലാസ്സിൽ കൺഫേം ചെയ്യാം കേട്ടോ, ഇത് എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഞാനത് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ദ പോയിന്റ് ഐ വാസ് ട്രൈങ് ടു സേസ്, ഇപ്പോൾ 10 സ്പോർട്സ് മാത്രമായിട്ട് അത് ചുരുക്കിയേക്കുകയാണ്. ഈ ഒരു പറഞ്ഞ 10 സ്പോർട്സ് മാത്രമേ അതിനകത്തുള്ളൂ. കാരണം ഈ അതും മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഇത് ഓൾ ദിസ് ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഹോക്കി, സ്ക്വാഷ് എല്ലാം തന്നെ ഹാസ് ബീൻ ഡ്രോപ്ഡ് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ റീസൺ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാരണം തന്നെ കുറച്ചുകൂടെ എക്കണോമിക്കലി വയബിൾ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്പോർട്സ് ഒഴിവാക്കിയത്. പേര് നടത്തി പോവുക ഒരു ട്രഡീഷണൽ ഗെയിം എന്നുള്ള രീതിക്ക് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഈ ഒരു വെന്യൂയുടെ കാര്യം നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കോമന്റ് ബോക്സിൽ തന്നെ അതിനകത്ത് ഇട്ടേക്കാം കേട്ടോ, അതിൻ്റെ ഒരു ന്യൂസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ന്യൂസിലേക്ക് നമ്മൾ പോവാണ്. അത് വേറൊന്നുമല്ല, NIAST എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ റൈസിനെ കാട്ടിലും പ്രധാനം ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്താണെന്നുള്ള കാര്യം നോക്കി. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഹൗ ഫുഡ് കോസസ് ബ്ലഡ് ഷുഗർ ലെവൽ ടു റൈസ് എന്നുള്ള കാര്യമാണ്. എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും അറിയാനായിട്ടൊന്നുമില്ല. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എത്രമാത്രം നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽസ് റൈസ് ആവാനും പോവുകയാണ്, ഡയബറ്റിക്സിന് കോസായി മാറുകയാണ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് നോ നമ്മൾ ഫോർട്ടിഫൈഡ് റൈസ് എന്നൊക്കെ നമ്മൾ പറയും. അത് ബേസിക്കലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കുറേ കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഇത് റൈസ് എന്ന് പറയുന്നത്. കാരണം ഇത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, അതായത് ഇൻക്രീസ് ഇൻ ദ പ്രോട്ടീൻ കണ്ടന്റ് ആസ് വെൽ ആസ് ഈ പറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ കുറയ്ക്കും എന്നുള്ള കാര്യമാണ്. കാരണം ഇതിനൊരു 54 പറയുന്നത്, യൂഷ്വലി ആ റൈസിന് 70 ആണുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 54 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്പാരിറ്റീവ്ലി ലോ. നമ്മുടെ ഈ ഫോർട്ടിഫൈഡ് റൈസ് കേർണൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്, അത് ഞാൻ പോകുന്നില്ല, ഒരുപാടുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഫുഡ് ഫോർട്ടിഫിക്കേഷനകത്ത് ബേസിക്കലി നമ്മൾ എൻട്രി ചെയ്ത സാധനത്തിനെ നമ്മൾ നോർമൽ റൈസുമായിട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റ് നൗ അതാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ട്ലി ലൈക്ക് ഈ ഫോർട്ടിഫൈഡ് റൈസിനകത്ത് യു ഹാവ് ടു മിക്സ് ഇറ്റ് വിത്ത് ദി നോർമൽ റൈസ് അറ്റ് 1:100 എന്ന് പറയുന്ന റേഷ്യോനകത്ത്. പക്ഷേ ഈ ഒരു റൈസ് ഇറ്റ് ഇസ് എ ഡയബറ്റിക് ഫ്രണ്ട്ലി റൈസ്. അപ്പോൾ അതിനകത്ത് ആ റൈസ് മാത്രം തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാൽ തന്നെ മതിയാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ഇത്രയും നോക്കാനായിട്ടുള്ളൂ നമുക്ക്, ബേസിക്കലി വേറൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, ചൈന ഫയൽസ് എ കംപ്ലൈൻറ്റ് അഗൈൻസ്റ്റ് ഇന്ത്യ ദി WTO. അപ്പോൾ ബേസിക്കലി നമ്മുടെ EV കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സബ്സിഡീസ് ഇറ്റ് ഈസ് ഹാമ്പറിങ് ചൈനാസ് ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് എക്സ്പോർട്ടിംഗ് ടു ഇന്ത്യ എന്നുള്ള രീതിക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂസ് ആസ് സച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ WTOയുടെ സെറ്റിൽമെൻറ്റ് അതായത് കംപ്ലയിൻറ്റ് WTOയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു മ്യൂച്വലി അഗ്രീഡ് സൊല്യൂഷനായിട്ട് ബൈലാറ്ററൽ കൺസൾട്ടേഷൻസ് വഴി ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട്. അതാണ് സീക്കിംഗ് കൺസൾട്ടേഷൻ ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഡിസ്പ്യൂട്ട് റിഡ്രസൽ, അതാണ് ഇതിനകത്ത് പറയുന്നത്.
ഒരു സെക്കൻഡ് കാണിച്ചു തരാം. സീക്കിംഗ് കൺസൾട്ടേഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഡിസ്പ്യൂട്ട് റിഡ്രസൽ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അത് നടന്നില്ല എന്നുണ്ടെങ്കിലാണ് അവരൊരു പാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ത്രൂ അഡ്ജുഡിക്കേഷൻ റൂളിംഗ് ബൈ ദ പാനൽ ആൻഡ് ദെൻ അതൊരു അപ്പലേറ്റ് ബോഡിയിലേക്ക് പോകും. ഇപ്പോൾ അപ്പലേറ്റ് ബോഡിയുടെ കോമ്പോസിഷനൊക്കെ പറയുന്നുണ്ട്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി ഇറ്റ്സ് ഗോയിങ് ടു സെർവ് എ 4-year term, 7-member ബോഡി ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ചൈന ഈസ് ആക്ച്വലി എ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഓഫ് ഇന്ത്യ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. ലാർജസ്റ്റ് ഇസ് USA, സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ചൈന എന്ന് പറയുന്നത്. പക്ഷേ വി ആർ ഇമ്പോർട്ടിംഗ് എ ലോട്ട് ഓഫ് ഗുഡ്സ് ഫ്രം ചൈന എന്ന് പറയുന്നതാണ്. ബിക്കോസ് ചൈനയിലേക്ക് നമ്മുടെ എക്സ്പോർട്സ് ആക്ച്വലി കോൺട്രാക്റ്റഡ് ബൈ 14.5%. പക്ഷേ ഇമ്പോർട്ട് ആസ് ആക്ച്വലി റോഡ്സ് ബൈ 11.52%. അപ്പോൾ റൈറ്റ് നൗ ദ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈന സ്റ്റാൻഡ്സ് അറ്റ് അറൌണ്ട് $100 billion എന്നുള്ള കാര്യമാണ്. റൈറ്റ് നൗ ദേ ഹാവ് ഗോൺ ഫോർ ദിസ്. അതിൻ്റെ പിന്നെ കുറേ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഇത് സോൾവ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഇന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ REE റെയർ എർത്ത് എലമെൻസിൻ്റെ കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനകത്ത് ചൈനയുടെ ഗ്ലോബൽ ഡോമിനൻസ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. 60% ഓഫ് ദി ആ ഒരു ഇതും ഏകദേശം ഒരു 49%ഓളം ആ റിസർവ്സ് ചൈനയുടെ ഇടയിലുള്ളത്, 90%ഓളം ആ റിഫൈൻമെൻറ്റ് പ്രോസസ്സിൻ്റെ കൺട്രോളും ചൈനയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എഡിറ്റോറിയലാണ് കണ്ടത് നക്സലിസത്തിൻ്റെ കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ സമാധാൻ ഡോക്ടറിനും അതിനകത്ത് പറഞ്ഞിട്ടുള്ള 3 ഡിസ്ട്രിക്ട്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ടൊമഹോക്സ് അതിൻ്റെ കാര്യം പറഞ്ഞു. അത് USA-യുടേതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. അതൊരു ക്രൂസ് മിസൈലാണ്. ഇത്രയും മാത്രം അതിനകത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ അറിഞ്ഞാൽ മാത്രം മതിയാവും. പിന്നെ ആ ടോട്ടൽ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് 2030 ഗുജറാത്തിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ആ ഡയബറ്റിക് ഫ്രണ്ട്ലി റൈസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ WTO കംപ്ലയിൻറ്റ് മെക്കാനിസം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ മാപ്പ് വർക്ക് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്. സോ വിൽ മീറ്റ് യു വിത്ത് സം ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഇൻ ദി നെക്സ്റ്റ് ഡേ. അണ്ടിൽ ദെൻ ഗുഡ് ബൈ.